സംഭവം ഇത്രയും നാൾ എറണാകുളത്തുണ്ടായിട്ട് ഞാൻ പോവാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്ന ഒരു അമ്പലമാണ് ചോറ്റാനിക്കര അമ്പലം. നമുക്ക് പറയില്ലേ ചില അമ്പലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഓരോ നേരവും കാലവും ഉണ്ട്. നമ്മളെത്ര വിചാരിച്ചാലും പറ്റില്ല. ചില സമയത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ പെട്ടെന്നൊരു സമയം ക്ലിക്കായി വന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നതാണ് ഈ അമ്പലത്തേക്ക്. ഞാൻ ഈ സാധാരണ എല്ലാ അമ്പലങ്ങളിലേക്കും മോർണിംഗ് ആണ് പോവാറ്. യൂഷ്വലി ഈവനിങ് പോയിട്ട് സന്ധ്യാനേരത്ത് പോയിട്ടുള്ളത് തീരെ ശീലമല്ല. പക്ഷേ സന്ധ്യാനേരത്ത് ഈ ഒരു അമ്പലത്തിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് എന്താ പറയുക, നല്ലൊരു അനുഭവമായിരുന്നു. ഭയങ്കര കാമും പീസും. പിന്നെ പക്ഷെ ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായത്, ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു ചേച്ചി ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കി. മേത്ത് ഈ പ്രേതബാധയൊക്കെ കയറുമ്പോൾ ഉണ്ടാക്കില്ലേ, അതുപോലെ ബഹളമൊക്കെ ഉണ്ടാക്കി. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഹോൾ അമ്പലം ഒന്നും മിണ്ടാതിരുന്നു. ആ ചേച്ചിയുടെ അലർച്ച മാത്രമായിരുന്നു. പിന്നെ അവിടുത്തെ ദീപാരാധനയും പിന്നെ അവിടുത്തെ ചടങ്ങുകളൊക്കെ കണ്ട് കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ഉടുത്തത് ഈ ഒരു സെറ്റുമുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഗോ ടു കോസ്റ്റ്യൂമാണ് അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ചില്ല് ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.